അസുഖമുള്ള ഒരു കുഞ്ഞിനെ നമ്മളെല്ലാവരും ഡോക്ടറെ കാണിക്കും. എന്നാൽ അസുഖമില്ലാത്ത ഒരു കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം തീർച്ചയായും വേണമെന്ന് തന്നെയാണ്. എന്തിനാണെന്നല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ ആരോഗ്യപരമായിട്ടാണ് വളരുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ആരോഗ്യ സന്ദർശനങ്ങളെയാണ് നമ്മൾ വെൽ ചൈൽഡ് വിസിറ്റ് എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോസ്മിൻ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് വെൽ ചൈൽഡ് വിസിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വെൽ ചൈൽഡ് വിസിറ്റ്, എന്താണ് ഈ വെൽ ചൈൽഡ് വിസിറ്റിൻ്റെ പ്രാധാന്യം, ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വെൽ ചൈൽഡ് വിസിറ്റിനായിട്ട് കൊണ്ടുപോകേണ്ടത്, പിന്നെ ഈ വെൽ ചൈൽഡ് വിസിറ്റിന് വരുമ്പോൾ നമ്മൾ ഡോക്ടർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്, പിന്നെ അതുപോലെ പേരൻസ് എന്നുള്ള രീതിയിൽ ഒരു വെൽ ചൈൽഡ് വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യമായിട്ട് എന്താണ് ഈ വെൽ ചൈൽഡ് വിസിറ്റ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു നിശ്ചിത സമയക്രമം അനുസരിച്ച് കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണിക്കുകയും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് വളരുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽ ചൈൽഡ് വിസിറ്റ് എന്ന് പറയുക. ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ ആദ്യത്തെ 5 വയസ്സ് വരെയുള്ള കാലയളവിൽ ഈ വെൽ ചൈൽഡ് വിസിറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇനിയും എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം അല്ലേ. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയും ആരോഗ്യവും പരസ്പര പൂരകങ്ങളാണ്. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നല്ല രീതിയിൽ വളരുന്നു. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, എസ്പെഷ്യലി ക്രോണിക് ആയിട്ടുള്ളൊരു അസുഖം വരുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ വളർച്ചയിലാണ് ആദ്യം പ്രകടമാകുക. നോർമലായിട്ട് വളർന്നുകൊണ്ടിരുന്ന ആ കുഞ്ഞിൻ്റെ വളർച്ച ഒന്ന് പതുക്കെ ആവുന്നു, പിന്നെ ആ വളർച്ച മുരടിക്കുന്നു. നമ്മളിതിനെ ഗ്രോത്ത് ഫാൽറ്ററിംഗ് എന്ന് പറയും. അപ്പം ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടുവരുന്നതിന് മുന്നേ തന്നെ പലപ്പോഴും ഈ വളർച്ചയിലുള്ള വ്യതിയാനമായിരിക്കും നമുക്ക് ആദ്യം കണ്ടെത്താൻ കഴിയുക. അങ്ങനെ അസുഖങ്ങളെ വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഈ വെൽ ചൈൽഡ് വിസിറ്റ് നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ്, അതായത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സ്കിൽസ് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മളിതിൽ പരിശോധിക്കും. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും അസുഖങ്ങളുടെ സിംറ്റംസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ അസുഖത്തെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുവാനും ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനും സാധിക്കും. ഇനി നാലാമതായിട്ട് പറയുകയാണെങ്കിൽ വളർച്ച കുറയുന്നത് മാത്രമല്ല പലപ്പോഴും പ്രശ്നം, വളർച്ച കൂടുന്നതും ഒരു പ്രശ്നമാണ്. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി പോലെയുള്ള കണ്ടീഷൻസിൽ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് പൊക്കം വെക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ വളരെ പെട്ടെന്ന് തൂക്കം വെക്കുന്നതും പല ഹോർമോൺ സംബന്ധമായ അസുഖങ്ങളുടെയും ലക്ഷണങ്ങളായിരിക്കും. ഇനി നമ്മൾ ഈ വെൽ ചൈൽഡ് വിസിറ്റിന് എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് നോക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കുഞ്ഞിൻ്റെ ബർത്ത് റെക്കോർഡിൽ രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നെ നമ്മൾ 1.5 മാസം, 2.5 മാസം, 3.5 മാസം, അതായത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പിന് പോകുന്ന അതേ സമയത്ത് തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കുകയും കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. അതിനുശേഷം 6 മാസം, 9 മാസം, 15 മാസം, 18 മാസം അല്ലെങ്കിൽ 1.5 വയസ്സ് ഈ കാലയളവിലും കുട്ടികളെ ഒന്ന് ഡോക്ടറെ കാണിക്കാം. ഇനി 18 മാസത്തിന് ശേഷമാണെങ്കിലോ ഈ 1.5 വയസ്സ് മുതൽ 9 വയസ്സ് വരെ എല്ലാ 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ട് കുഞ്ഞ് ഹെൽത്തി ആണെന്ന് ഉറപ്പാക്കുന്നത് വളരെ നല്ലതാണ്. 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അതായത് നമ്മുടെ കൗമാരപ്രായത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കുകയും കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഇനി ഈ വെൽ ചൈൽഡ് വിസിറ്റിൽ ഒരു കുഞ്ഞ് വരുമ്പോൾ നമ്മൾ ഡോക്ടർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന കുഞ്ഞുങ്ങളുടെ വളർച്ച. നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് എന്നാണ് ഇതിനെ പറയുക. പ്രായത്തിനും അനുസരിച്ച് ഉള്ള വളർച്ച കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിതിൽ നോക്കുക. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ തൂക്കം, കുഞ്ഞിൻ്റെ പൊക്കം അല്ലെങ്കിൽ നീളം, തലയുടെ ചുറ്റളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അളക്കുകയും ഗ്രോത്ത് ചാർട്ടിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും. ഇനി ഒരു 6 വയസ്സിന് ശേഷമുള്ള കുഞ്ഞാണെങ്കിലോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് കുഞ്ഞ് ഓവർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണോ എന്നറിയാനുള്ള മെഷർമെൻ്റാണിത്. അതും കൂടെ നോക്കും. ഇനി ഒരു 9 വയസ്സിന് ശേഷമുള്ള കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൽ കൗമാരത്തിൻ്റെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കും. ഇങ്ങനെ ഓരോ കാലയളവിലും ഈ കൃത്യമായിട്ടുള്ള അളവുകൾ നമ്മൾ ഗ്രോത്ത് ചാർട്ടിൽ രേഖപ്പെടുത്തുകയും അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴ വളർച്ചയിലുണ്ടെങ്കിൽ നമുക്കത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ്, അതായത് ഓരോ പ്രായത്തിലും കുഞ്ഞ് ആർജിച്ചെടുക്കേണ്ട കുറച്ച് ഡെവലപ്മെൻറ്റൽ സ്കിൽസ് ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
കുഞ്ഞിന് കഴുത്തുറച്ചോ അല്ലെങ്കിൽ കുഞ്ഞിരുന്നോ കുഞ്ഞ് നടന്നോ അല്ലെങ്കിൽ സംസാരിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഡെവലപ്മെൻ്റൽ സ്കിൽസിന് എന്തെങ്കിലും ഒരു കാലതാമസം കാണുവാണെങ്കിൽ അത് പലപ്പോഴും ഓട്ടിസം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള പല അസുഖങ്ങളിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെവലപ്മെൻ്റൽ സ്കിൽസ് നമ്മൾ 4 മേഖലകളിലായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ മോട്ടോർ സ്കിൽസ് എന്ന് പറയും, അതായത് കുഞ്ഞിന് ചലനശേഷിക്കും കൈകളുടെ ഉപയോഗത്തിനുള്ള കഴിവുകൾ. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് സംസാരത്തിനും ആശയവിനിമയത്തിനുള്ള കഴിവുകൾ. നമ്മളിപ്പം 1 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ 1-2 വാക്കുകളൊക്കെ പറയും. 2 വയസ്സാകുമ്പോഴോ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ചെറിയ സെൻറ്റൻസുകളൊക്കെ പറഞ്ഞു തുടങ്ങും. ഇനി 3 വയസ്സാകുമ്പോഴോ ഞാൻ, എനിക്ക് അങ്ങനെയുള്ള പ്രൊനൗൺസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്വന്തം പേര്, ജെൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമതായിട്ട് കുഞ്ഞിൻ്റെ ബുദ്ധിവികാസം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ മെമ്മറി, അറ്റൻഷൻ, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുകൾ, പഠിക്കാനുള്ള കഴിവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി 4മതായിട്ട് സോഷ്യൽ ആൻഡ് അഡാപ്റ്റീവ് സ്കിൽസ് എന്ന് പറയും. അതായത് സമൂഹത്തിൽ ഇടപഴകാനും സ്വന്തം ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമുള്ള സ്കിൽസ് കുഞ്ഞ് നേടിയെടുക്കുന്നു. ഇങ്ങനെ ഈ 4 മേഖലകളായിട്ട് കുഞ്ഞിൻ്റെ എല്ലാ രീതിയിലുമുള്ള സമഗ്ര വികസനം നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി വളരെ നേരത്തെ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു 3 വയസ്സിലാണ് കുഞ്ഞിൻ്റെ ഒരു തലച്ചോറിൻ്റെ 90% വളർച്ചയെ സംഭവിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ നാഡീവ്യൂഹങ്ങളൊക്കെ വളരെ വേഗം പുതിയ കണക്ഷൻസ് രൂപീകരിക്കുകയും ബുദ്ധിവികാസം വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെയുള്ള കാലതാമസങ്ങൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ കാരണം കണ്ടെത്തുകയും ചികിത്സയുള്ള അസുഖമാണെങ്കിൽ അത് ചികിത്സിക്കുകയും ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയാൽ ആ കുഞ്ഞിൻ്റെ ഫൈനൽ ഔട്ട്കം വളരെ മികച്ചതായിരിക്കും. അതാണ് വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഇനി 3മതായിട്ട് നമ്മൾ നോക്കുന്നത് ഇമ്മ്യൂണൈസേഷൻ, അതായത് കുത്തിവെപ്പുകൾ. അപ്പോൾ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട കുത്തിവെപ്പുകളുണ്ട്. അപ്പോൾ പ്രായത്തിനനുസരിച്ച് ഉള്ള കുത്തിവെപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ ഓപ്ഷണൽ വാക്സിൻസ്, അതായത് നമുക്കൊരു ഗവൺമെൻറ് ഫെസിലിറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടാത്ത വാക്സിൻസിനെയാണ് നമ്മൾ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക അസുഖങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷണൽ വാക്സിൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ആവശ്യമെങ്കിൽ അത് എപ്പോൾ എടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻസ് ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എടുക്കാനും പിന്നെയുള്ള ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും നമ്മൾ പേരൻസിന് കൊടുക്കും. ഇനി 4മതായിട്ടുള്ളതെന്ന് പറയുന്നത് പോഷകാഹാരം. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് പോഷകാഹാരം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം പരിശോധിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കാലറീസും പ്രോട്ടീൻസും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇനി ഒരു വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ മുലയൂട്ടൽ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതും, കുഞ്ഞിന് ഗർഭാഹാരം എപ്പോൾ, എന്തൊക്കെ, എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളും പേരൻസിന് പറഞ്ഞു കൊടുക്കും. നമുക്കറിയാം, നമ്മൾ 6 മാസം ആകുമ്പോൾ കുറുക്ക് വെച്ച് തുടങ്ങും. 1 വയസ്സാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേക്ക് കുഞ്ഞിനെ മാറ്റും. ഈ ഗ്രാജുവൽ ട്രാൻസിഷൻ എങ്ങനെ ഈസി ആയിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളും നമ്മൾ പേരൻസിന് പറഞ്ഞു കൊടുക്കും. ഇനിയുള്ളത് കുഞ്ഞിൻ്റെ സ്വഭാവമാണ്. അപ്പം കുഞ്ഞുങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അമിതമായ വാശി, ദേഷ്യം, കരച്ചിൽ കൂടുതൽ, ഇതിനൊക്കെ നമ്മൾ ടെമ്പർ ടാൻട്രംസ് എന്നാണ് പറയുക ചെറിയ കുഞ്ഞുങ്ങളിൽ. ഇനിയിപ്പോൾ ഒരു അഡോളസൻ്റ് ആണെങ്കിലോ അവർക്ക് അവരുടെ ബോഡി ഇമേജിനെ പറ്റിയുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടാവും. പിന്നെ പലപ്പോഴും സ്വഭാവത്തിലെ മാറ്റങ്ങൾ ചില അസുഖങ്ങളുടെ മുന്നോടിയാകാം. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെറിയ കുഞ്ഞ് വളരെയധികം സംസാരം കുറവ്, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം, ഐ കോണ്ടാക്റ്റ് ഇല്ല, പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല, ഇതൊക്കെ പലപ്പോഴും ഓട്ടിസത്തിൻ്റെ ലക്ഷണമാവാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു ശല്യക്കാരനായ കുട്ടി, തീരെ ശ്രദ്ധയില്ല, പഠിക്കാൻ വളരെ പുറകോട്ട്, ഇതൊക്കെ ADHD പോലെയുള്ള അസുഖങ്ങളുടെ ലക്ഷണമാകാം. അപ്പോൾ ഈ സ്വഭാവത്തിലെ വ്യതിയാനം മനസ്സിലാക്കുന്ന ആളോട് ഈ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സ്ക്രീനിങ്ങും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ, ഉറക്കം, സ്ക്രീൻ ടൈം, പേരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സ്കൂളിലും വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുമായിട്ട് തുറന്ന് സംസാരിക്കുന്നു. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടോ, വേറെ ഇളക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു. ഇനി അവസാനമായിട്ട് പേരൻസിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സംശയങ്ങളോ കൺസേൺസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതും അഡ്രസ്സ് ചെയ്യുന്നതാണ്.
ഇനിയും ഒരു വെൽ ചൈൽഡ് വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ പേരൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടെ നോക്കാം. നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത് റെക്കോർഡ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും അത് എടുക്കുക. പിന്നെ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് എടുക്കുക. പിന്നെ കുഞ്ഞിൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ, ഡിസ്ചാർജ് സമ്മറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കയ്യിൽ കരുതുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സും കൂടെ എടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എപ്പോഴും അയഞ്ഞതും എളുപ്പത്തിൽ ഊരാൻ കഴിയുന്ന വസ്ത്രങ്ങളും ധരിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പം നമ്മുടെ ഈ വെൽ ചൈൽഡ് വിസിറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ആരോഗ്യ പരിശോധനയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. അപ്പം നിങ്ങൾ റെഗുലറായിട്ട് വെൽ ചൈൽഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ തീർച്ചയായും അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി വെൽ ചൈൽഡ് വിസിറ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പേരൻ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നമ്മുടെ എല്ലാ പൊന്നോമനകൾക്കും വളരെ സന്തോഷവും ആരോഗ്യം നിറഞ്ഞ ഒരു ഭാവി ആശംസിക്കുന്നു.